നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ലണ്ടനിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിന് നേരെ ഖാലിസ്ഥാൻവാദികളുടെ ആക്രമണ ശ്രമം. UK സന്ദർശനം നടത്തുന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് നേരെ ലണ്ടനിൽ ആക്രമണ ശ്രമം നടന്നു. ഇന്ത്യയോടുള്ള പ്രതിഷേധവുമായി എത്തിയ ഖാലിസ്ഥാൻ തീവ്രവാദികളാണ് ജയശങ്കറിന് നേരെ ആക്രമണം നടത്താൻ തീരുമാനിച്ചത്. ലണ്ടനിലെ ചാത്തം ഹൗസിൽ നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പുറത്തു പോകുന്നതിനിടെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ കാറിന് മുന്നിലേക്ക് കൊടികളുമായി ഓടിയെത്തുകയായിരുന്നു. ഇന്ത്യൻ പതാക വലിച്ചു കീറുന്നത് കാണിക്കുന്ന ഒരു വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കാണാം. ഒരു അന്താരാഷ്ട്ര നേതാവിന് നൽകേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ എസ് ജയശങ്കറിന് ഒരുക്കിയിരുന്നില്ലെന്ന് ആരോപണമുണ്ട്. ഇന്ത്യയും UKയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ജയശങ്കർ നടത്തിയ സന്ദർശനത്തിനിടെയാണ് പ്രതിഷേധം. കാപ്പി കുടിക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് UKയിൽ മലയാളി യുവാവ് അന്തരിച്ചു. കോട്ടയം പുതുപ്പള്ളി സ്വദേശിയായ CH അനീഷ് ഹരിദാസാണ് മരിച്ചത്. രാവിലെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് CPR ഉൾപ്പെടെയുള്ള പ്രാഥമിക ശുശ്രൂഷകൾ നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 6 മാസം മുൻപാണ് അനീഷ് ആശ്രിത വിസയിൽ UKയിലെത്തുന്നത്. പോലീസ് എത്തി തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കാനാണ് കുടുംബാംഗങ്ങളുടെ ആഗ്രഹം. അനീഷ് ഹരിദാസിന്റെ ഭൗതിക ശരീരം നാട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നതിനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനും വേണ്ടി കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും അഭ്യർത്ഥന പ്രകാരം യുക്മ ചാരിറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ലീഡ്സ് മലയാളി അസോസിയേഷൻ, സേവനം UK എന്നിവരുടെ സഹകരണത്തോടെ ഒരു ഫണ്ട് ശേഖരണം ആരംഭിച്ചിരിക്കുകയാണ്. അനീഷിന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഹൃദയം തകർന്നിരിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും കൈത്താങ്ങാകുവാൻ UKയിലെ മുഴുവൻ മലയാളി സമൂഹത്തിന്റെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണമെന്ന് യുക്മ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അഭ്യർത്ഥിച്ചു. ലിവർപൂൾ ടൈഗേഴ്സ് ദേശീയ പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. UKയിലെ ആദ്യകാല വടംവലി ടീമായ ലിവർപൂൾ ടൈഗേഴ്സ് സംഘടിപ്പിച്ച ദേശീയ പഞ്ചഗുസ്തി മത്സരം മാർച്ച് 1 ലിവർപൂളിൽ നടന്നു. പങ്കാളിത്തം കൊണ്ടും കാണികളുടെ സാന്നിധ്യം കൊണ്ടും വൻ വിജയമായി മാറിയ പ്രസ്തുത കായികമേളയിൽ 5 വിഭാഗങ്ങളിലായി 100ഓളം പേർ പങ്കെടുത്തു. മിഡിൽ വെയ്റ്റ്, ലൈറ്റ് മിഡിൽ വെയ്റ്റ്, ലൈറ്റ് ഹെവി വെയ്റ്റ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. കൈക്കരുത്തും മനക്കരുത്തും സമ്മേളിച്ച വേദിയിൽ സ്ത്രീകളുടെ വാശിയേറിയ മത്സരം കൂടുതൽ മിഴിവേകി. ലിവർപൂൾ ടൈഗേഴ്സ് വടംവലി ടീം മാനേജർ ഹരികുമാർ ഗോപാലിന്റെ അധ്യക്ഷതയിൽ യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് ഷാജി തോമസ് വരാക്കുടി ചടങ്ങിന് ഭദ്രദീപം തെളിയിച്ചു. യുക്മ ദേശീയ ട്രഷറർ ഷിജോ, ലിവർപൂൾ ടൈഗേഴ്സ് വടംവലി പുരുഷ വനിതാ ടീം അംഗങ്ങൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തോമസ് ജോസഫ്, സണ്ണി സെബാസ്റ്റ്യൻ എന്നിവരായിരുന്നു മത്സരങ്ങൾ നിയന്ത്രിച്ചത്. വൈകിട്ട് നടന്ന സമാപന ചടങ്ങിൽ ജേതാക്കളായവർക്കുള്ള മെഡലും ട്രോഫിയും ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. എല്ലാ മത്സരാർത്ഥികൾക്കുമുള്ള മെഡലുകളും നൽകി വൈകിട്ട് 7 മണിയോടുകൂടി മത്സരങ്ങൾ അവസാനിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ മത്സരങ്ങൾ നടത്തുന്നതാണെന്ന് ലിവർപൂൾ ടൈഗേഴ്സ് വടംവലി ടീം അറിയിച്ചു. നോറോ വൈറസ് വ്യാപനം NHS ആശുപത്രികളിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. വിന്റർ വോമിറ്റിംഗ് ബഗ് എന്നറിയപ്പെടുന്ന നോറോ വൈറസ് ഇംഗ്ലണ്ടിലെ നാഷണൽ ഹെൽത്ത് സർവീസിലെ ആശുപത്രികളിലെ ജീവനക്കാരുടെ അഭാവത്തിലും ഗണ്യമായ വർധനവിന് കാരണമായി. വർദ്ധിച്ചുവരുന്ന നോറോ വൈറസ് കേസുകൾ ആശുപത്രികളിൽ അധിക സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ കഴിഞ്ഞയാഴ്ച 49,000-ലധികം NHS ജീവനക്കാർക്ക് അസുഖ അവധിയായിരുന്നു. വ്യാഴാഴ്ച പുറത്തിറക്കിയ NHS ഇംഗ്ലണ്ട് ഡേറ്റ കാണിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഓരോ ദിവസവും ശരാശരി 1094 രോഗികൾ നോറോ വൈറസ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു എന്നാണ്. UKയിലെ കുടിയേറ്റക്കാർക്കും അഭയാർത്ഥി കുടുംബങ്ങൾക്കും ചൈൽഡ് കെയർ ഫണ്ട് നിഷേധിക്കുന്നതായി റിപ്പോർട്ട്. നിയന്ത്രണങ്ങൾ കാരണം UKയിലെ കുടിയേറ്റ അഭയാർത്ഥി കുടുംബങ്ങളിൽ നിന്നുള്ള 10,000-കണക്കിന് കുട്ടികൾ സർക്കാർ ധനസഹായത്തോടെയുള്ള ശിശു സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നുണ്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ച് അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. 3-4 വയസ്സുള്ള കുട്ടികളുടെ നിരവധി മാതാപിതാക്കൾക്ക് നൽകുന്ന 30 മണിക്കൂർ സൗജന്യ സംരക്ഷണം ആക്സസ് ചെയ്യുന്നതിൽ നിന്ന് ഈ നിയന്ത്രണങ്ങൾ കുടുംബങ്ങളെ തടയുന്നു. ഇത് തൊഴിലവസരങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും കുടുംബങ്ങളെ ചൈൽഡ് കെയർ ഫണ്ടിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നത് അവരുടെ ജോലി ചെയ്യാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുക മാത്രമല്ല, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുമ്പോഴുള്ള അവസരങ്ങളെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. ലണ്ടനിലെ ബൈക്ക് തീപിടുത്തത്തിൽ ഫ്ളാറ്റിന്റെ ഉടമസ്ഥർക്ക് ഏകദേശം 1 ലക്ഷം പൗണ്ട് പിഴ ചുമത്തി. ബൈക്ക് ബാറ്ററിക്ക് തീപിടിച്ച് ഒരാൾ മരിച്ച സംഭവത്തിലാണ് വീട്ടുടമസ്ഥന് 1 ലക്ഷം പൗണ്ട് പിഴ ചുമത്തിയത്. 2 കിടപ്പുമുറികളുള്ള 3 പേർക്ക് താമസിക്കാവുന്ന മൾട്ടിപ്പിൾ ഒക്യുപ്പേഷൻ വീടായി ലൈസൻസ് ചെയ്തിരുന്നിടത്ത് 23 പേരായിരുന്നു താമസിച്ചിരുന്നത്. 2023 മാർച്ച് 5 ഷാഡ്വെല്ലിലെ മെഡോക്സ്
ഹൗസിലെ ഫ്ളാറ്റിലാണ് ഇ ബൈക്ക് ബാറ്ററിയിൽ നിന്നും തീ പടർന്നതിനെ തുടർന്ന് 2 കുട്ടികളുടെ പിതാവായ മിസാനുർ റഹ്മാൻ മരിച്ചത്. സംഭവത്തിൽ വീട്ടുടമസ്ഥരായ സോഫിന ബീഗത്തിനും അവരുടെ ഭർത്താവ് അമിനുർ റഹ്മാനുമാണ് 1 ലക്ഷം പൗണ്ട് പിഴ കോടതി വിധിച്ചത്. 2 കിടപ്പുമുറികളുള്ള ഫ്ളാറ്റിൽ അനധികൃത താമസത്തിന് അനുമതി നൽകിയതുൾപ്പെടെ നിരവധി ഭവന സംബന്ധമായ കുറ്റങ്ങൾക്കാണ് ശിക്ഷ വിധിച്ചത്. ചാർജ് ചെയ്തിരുന്ന ഇ ബൈക്ക് ബാറ്ററിയിലെ തകരാറ് മൂലം ആകസ്മികമായി തീ പടർന്നതാണെന്ന് ലണ്ടൻ അഗ്നിശമന സേന അറിയിച്ചു. ഫ്ളാറ്റിൽ താമസിച്ചിരുന്നവരിൽ ഏറെയും ബംഗ്ലാദേശിൽ നിന്നുള്ളവരായിരുന്നു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.